തിരുവനന്തപുരം പാപ്പനംകോട് യുവതിക്ക് കുത്തേറ്റു. കരിമഠം കോളനി സ്വദേശി മോളിക്കാണ് പരിക്കേറ്റത്. ആക്രമിച്ച ബിജുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗോപാൽ ശീലാസനൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇത് എപ്പോൾ സംഭവിച്ചതാണ്? എന്തിനായിരുന്നു ഈ കുത്ത്? അല്പനേരം മുൻപാണ് ഷിഹാസ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് തിരുവനന്തപുരം പാപ്പനംകോട് വെച്ചിട്ടാണ് ഈ അക്രമം. പാപ്പനംകോട് തമലം ചുള്ളമുക്കം എന്ന സ്ഥലത്ത് ഈ സംഭവം നടക്കുകയായിരുന്നു. അതായത് കരിമഠം കോളനി സ്വദേശിയായ മോളി എന്ന യുവതി ഇത്തരത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. അപ്പോൾ വിജനമായ സ്ഥലത്ത് വെച്ച് ബിജു എന്നയാൾ ഇവരെ തടഞ്ഞു നിർത്തുകയും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ആ വാക്കുതർക്കത്തിന് പിന്നാലെ ഈ മോളിയെ ബിജു കയ്യിലിരുന്ന കത്തിയാണ് എന്ന കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. പക്ഷേ ആ ഒരു അപകടകരമായ രീതിയിലോ അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കുന്ന തരത്തിലേക്കോ ഉള്ളൊരു സാരമായ പരിക്ക് ഏറ്റിട്ടില്ല എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. കുത്തിയ ബിജുവിനെ ഉടൻ തന്നെ ഈ സ്ത്രീയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇരുവരും നേരത്തെ അറിയുന്നവരാണ്, പരസ്പരം പരിചയമുള്ളവരാണ്, സുഹൃത്തുക്കളായിരുന്നു എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷെ എന്താണ് ഈ ആക്രമണത്തിനുള്ള കാരണം, എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമോ വ്യക്തതയോ പോലീസിലും വന്നിട്ടില്ല. അതിന്റെ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. എന്താണെങ്കിലും വ്യക്തിവൈരാഗ്യമായിരിക്കാം ഇത്തരത്തിലേക്കുള്ള ഒരു അക്രമത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്ന ഒരു സംശയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. എന്താണെങ്കിലും കരമന പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതിയെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. ശരി, ഗോപാൽ ശീലാസനലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.